ഉത്രാട ദിനത്തിൽ തിരുവല്ലയുടെ സ്പന്ദനമായി 9 ന്യൂസ് പ്രവർത്തനം ആരംഭിച്ചു. MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. സത്യസന്ധവും സുതാര്യവുമായി എത്രയും വേഗത്തിൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ 9 ന്യൂസ് മലയാളത്തിന് വളരാൻ കഴിയണമെന്ന് തിരുവല്ല MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് പറഞ്ഞു. തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച 9 ന്യൂസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 മലയാളം ചാനലിന്റെ തിരുവല്ലയിലെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സന്തോഷമുണ്ട്. ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധമായും സുതാര്യമായും വേഗത്തിൽ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സംരംഭമായി മാറട്ടെ എന്ന് ദൈവം ആശംസിക്കുന്നു. നെയ്മിന്റെ പക്ഷത്ത് നന്മ പുലരാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ വിമർശനങ്ങളുടെ രൂപത്തിലാണെങ്കിലും അഭിനന്ദന രൂപത്തിലാണെങ്കിലും ഏറെ ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഈ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നഗരസഭ ചെയർപേഴ്സൺ അനു ജോർജ് അധ്യക്ഷത വഹിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളെ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര്, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷമുണ്ട്. തിരുവല്ലയിൽ ഇന്ന് 9 മീഡിയയുടെ ഒരു ചാനൽ തുടക്കം കുറിക്കുകയാണ്. ഈ ഓണനാളില് തിരുവല്ലയുടെ വികസനത്തിന്റെ പാതയിൽ മുൻപിൽ നിൽക്കുന്ന തിരുവല്ലയില് സത്യസന്ധവും സുതാര്യവുമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിച്ചേരുവാൻ ഈ ചാനലിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നഗരസഭ വൈസ് ചെയർമാനും ചാനൽ ചെയർമാനുമായ ജിജി വട്ടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ചാനൽ മാനേജിംഗ് ഡയറക്ടർ ചീഫ് എഡിറ്ററുമായ അനിൽ കരുവാറ്റ ചാനൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാനൽ സബ് എഡിറ്റർ ബിന്ദു ഭാരതി സ്വാഗതം പറഞ്ഞു. ചാനൽ വൈസ് ചെയർമാൻ MR ശ്രീനിവാസൻ, നഗരസഭാ കൗൺസിലർമാരായ ഡോക്ടർ റെയ്നോഡ് വർഗീസ്, ഷാനി താജ്, സണ്ണി മനക്കൽ, മുൻ ചെയർമാൻ വർഗീസ് ജോൺ, ഫിലിപ്പ് ജോർജ്, രാജു മുണ്ടമറ്റം, സാറാമ ഫ്രാൻസിസ്, ബൈജു, അഡ്വക്കേറ്റ് പ്രതാപ് വർമ്മ, സൂസൻ ജിജി, സോജി, ജിക്കു വട്ടശ്ശേരിൽ, ബിജോ വട്ടശ്ശേരിൽ, അബൂബക്കർ, ഈപ്പൻ മാത്യു, സലിം പോൾ, സ്റ്റാലിൻ, അഡ്വക്കേറ്റ് MB നൈനാൻ, റിജോയ്സൺ, റെയിൻ ജോർജ്, മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം, BJP മണ്ഡലം പ്രസിഡന്റ് KB മുരുകേശൻ, സന്തോഷ്,
ചീഫ് ക്യാമറാമാൻ രമേശ് തിരുവല്ല എന്നിവർ സംസാരിച്ചു.